ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് നമുക്കൊരു ഉപ്പുമാവ് ഉണ്ടാക്കി നോക്കിയാലോ? സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പുമാവിൽ നിന്ന് ഒരു വെറൈറ്റി ഉപ്പുമാവ്, കുറച്ചുകൂടി ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള കറി കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള ഒരു പാൻ വേണം എടുക്കാൻ. ഇത് നല്ല കട്ടിയുള്ളതാണ്, അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പിടിക്കും. അതല്ലെങ്കിൽ ഒരു അയൺ പാൻ എടുക്കാം, അതല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് എടുക്കാം. അത് ചൂടായി കഴിയുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കണം. ഇപ്പം ഞാനിവിടെ നെയ്യ് ചേർക്കുന്നില്ല, അതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് ചേർക്കുന്നത്. കോക്കനട്ട് ഓയിലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. നെയ്യ്ക്ക് പകരം ഞാൻ ഇതിപ്പം ഐസ് ആയതുകൊണ്ടാണ് ഇതൊരു 2.5 ടേബിൾ സ്പൂൺ ഉണ്ട്. അതൊന്ന് ഉരുകി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചൂടായി കഴിയുമ്പോൾ കടുകിട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഈ ഓയിലൊക്കെ ഇങ്ങനെ ഐസായിട്ടിരിക്കുന്നത്. അപ്പം എണ്ണ നന്നായിട്ട് ചൂടായി. ഇനി കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കും. കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞ ശേഷം നമ്മൾ 1 ടീസ്പൂൺ ഉഴുന്ന് കൂടി ചേർക്കും. ഉഴുന്നില്ലെങ്കിൽ ചേർക്കണ്ട, ഉഴുന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനി ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഉഴുന്നാണ്. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി, ഉഴുന്നും കൂടി ചേർത്ത് അതും ഒന്ന് ഇളക്കിയ ശേഷം ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് കാഷ്യൂനട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാഷ്യൂനട്ടും ചേർത്ത്, അപ്പം ഉഴുന്നും കാഷ്യൂനട്ടും കൂടെ ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ, കറുത്ത് പോകരുത്, ചെറുതായിട്ടൊന്ന് മൂക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞതും ഒരു പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചുമന്ന മുളക് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ചുമന്ന വറ്റൽ മുളകില്ലേ, റെഡ് ചില്ലി ഹോൾ, അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും കൂടെ ഒരെണ്ണം മുറിച്ച് ചേർക്കാം. ഞാനൊരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പച്ചമുളക് ചേർക്കണ്ട, കാരണം അവർക്ക് എരിവുണ്ടാകും അതിന്. ഇത് ഒരു പച്ചമുളക് ഞാൻ ചേർത്തു, അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കും. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയ ശേഷം ആ കാഷ്യൂനട്ടൊക്കെ ഒന്ന് നല്ല ചുമപ്പായി. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ക്യാരറ്റ് അരിഞ്ഞത് ഒരു 1/4 കപ്പ്, ബീൻസ് അരിഞ്ഞത് ഒരു 1/4 കപ്പ്, ഒരു 1/2 കപ്പ്, രണ്ടും കൂടി ഒരു 1/2 കപ്പ് ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി മൂപ്പിച്ചെടുക്കും. ഒരു 2 മിനിറ്റ് നമ്മൾ ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് വഴറ്റി നല്ല ഒന്ന് മുരിഞ്ഞു കിട്ടണം. അപ്പോൾ അത് കുക്കാകും. രണ്ടും കൂടി 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, ചെറുതായിട്ട് അരിഞ്ഞതാണ്. പൊടിയായിട്ടരിഞ്ഞ് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി മുരിച്ച് 2 മിനിറ്റ് അത് നന്നായിട്ട് ഇളക്കപ്പോൾ, അപ്പോൾ നമ്മൾ ഫ്ലെയിം അല്പം കൂട്ടിയല്ലേ വെച്ചേക്കുന്നത്, അപ്പോൾ നല്ലോണം ഒന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റവ ചേർത്ത് കൊടുക്കും. റോസ്റ്റഡ് റവയാണ് ഇത്. റോസ്റ്റഡ് റവ അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്ത് വെക്കണം. ഇത് റോസ്റ്റഡ് റവ ആയതിനാൽ ഞാൻ ആദ്യമേ റോസ്റ്റ് ചെയ്ത് വെച്ചില്ല, ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു 3/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിന് 3/4 കപ്പ്. ഞാൻ ഈ ചായക്കപ്പിലോട്ട് അത് മാറ്റിയെന്നേ ഉള്ളൂ. 250 ml കപ്പിന് 3/4 കപ്പാണ്. ഇതിനല്ല, ഈ കപ്പിനല്ല കേട്ടോ. അപ്പോൾ അത് 3/4 കപ്പ് ചേർത്ത് നമ്മൾ ഒന്നുകൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം തിളച്ച വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് റവ ആയതിനാൽ ഞാനൊരു 1/4 കപ്പ് വെള്ളം ചേർക്കും. കാരണം ഈ ഉപ്പുമാവ് എന്ന് പറഞ്ഞാൽ അല്പം കുഴഞ്ഞാണ് ഇരിക്കുന്നത്. പിന്നെ 1/2 കപ്പ് വെജിറ്റബിൾ കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. അപ്പം 1/2 കപ്പ് വെള്ളം കൂടിയാണ് ചേർക്കുന്നത്. അത് ചൂട് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്ത് അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ നിറയെ ഇടണം, കാരണം വെജിറ്റബിൾ ഉണ്ട്, റവയുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ നിറയെ ഉപ്പ് വേണം. നിങ്ങൾക്ക് പിന്നെ ഒന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ഇങ്ങനെ അല്പം കൂടെ സ്പ്രിങ്കിൾ ചെയ്യാം. ഞാൻ 1 ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് കേട്ടോ. എന്നിട്ട് ഇനി അതിനെ നമ്മളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു കാര്യം കൂടി നമ്മൾ ചേർക്കും ഇതിനകത്ത്. 1 ടേബിൾ സ്പൂൺ ഫുള്ള്, ലെവൽ സ്പൂൺ അല്ല, നിറയെ കോരിയെടുത്ത് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഗ്രീക്ക് യോഗർട്ട് ചേർക്കും. അപ്പം അതുകൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മളൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വളരെ ചെറിയ സിമ്മിലിങ്ങനെ വെച്ചേക്കും. അപ്പോൾ അതിരുന്ന് അവിടെ ഒന്നുകൂടി ഒന്ന് കുക്കാകും. അപ്പോൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രീക്ക് യോഗർട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അത് വളരെ ഹെൽത്തിയാണ്,
വേറൊരു നല്ല ടേസ്റ്റ് കൂടി കിട്ടും. ഞാൻ ദേ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ നമുക്ക് നിറച്ചു കൊടുക്കാം. അതെടുത്തിങ്ങനെ ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയ ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ ഗ്രീക്ക് യോഗർട്ട് ഇല്ലെങ്കിൽ സാധാരണ തൈര്, നല്ല കട്ട തൈരില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്തൊന്ന് നല്ലതുപോലെ മിക്സാക്കിയ ശേഷം അടച്ചു വയ്ക്കാം. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാനിത് അടച്ചു വെച്ച് വളരെ ചെറിയ തീയിൽ വെച്ചേക്കും ഒരു 2 മിനിറ്റ്. അപ്പം നമുക്കിതിനെ അടച്ചു വയ്ക്കാം. അതായത് ചെറിയ തീയാണ് എടുക്കുന്നത്. ഇതിൽ വെച്ചാണ് നമ്മൾ അടച്ചു വയ്ക്കുമ്പോൾ അതിരുന്ന് നല്ലതായിട്ടങ്ങ് കുക്കാവും. എന്നിട്ട് തുറന്ന് ഒന്നുകൂടെ ഇളക്കിയിട്ട് വീണ്ടും ഓഫ് ചെയ്ത ശേഷം നമ്മളങ്ങ് അടച്ചു വെച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ തുറക്കും. 2 മിനിറ്റ് ആയി. അപ്പം ഞാനിനി ഇത് തുറന്ന് ഒന്നുകൂടി ഒന്ന് മിക്സാക്കിയ ശേഷം അടച്ചു വെച്ചേക്കും. 2-3 മിനിറ്റ് കഴിഞ്ഞ് പിന്നെ നമുക്ക് സെർവ് ചെയ്യാം. ഇനി ഇത് മിക്സാക്കി ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ തീയൊന്നും വേണ്ട, വെറുതെ അടച്ചു വെച്ചിരുന്നാൽ മതി. പിന്നെ തുറന്നാൽ നമുക്ക് മധുരം വേണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അങ്ങനെ കഴിക്കാൻ കറി കൂട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കാം. അപ്പം കുറച്ചുകൂടി ഒരു ടേസ്റ്റാണ്. ഞാനിപ്പം ഇതിനകത്ത് ഷുഗർ ചേർക്കുന്നത് അതേ ഈ ബ്രൗൺ ഷുഗർ 1 ടേബിൾ സ്പൂൺ നിറയെ ഇട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിക്കാം. ഞാനപ്പം മധുരം ചേർക്കാതെ എൻ്റെ കടലക്കറി ഉണ്ട്, അത് കൂട്ടിയാണ് ഞാനിന്ന് കഴിക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഡിന്നറാണ്. ഇന്നിവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിത് ഉപ്പുമാവ് ഉണ്ടാക്കി നിങ്ങൾക്കും ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതിന് ഷുഗർ ഇടുന്നില്ല. ഇതൊരു 4 പേർക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ ഹെർബൽ ടീ ആണ് കുടിക്കുന്നത്. നിങ്ങൾക്ക് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഷുഗർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് പഴം അരിഞ്ഞിട്ടിട്ട് കോരി ഇങ്ങനെ സ്പൂൺ കൊണ്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതിൻ്റെ കൂടെ ചായ കോഫിയൊക്കെ ഉപയോഗിക്കാം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട്. അപ്പോൾ നിങ്ങളിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഇത് ട്രൈ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.